നമ്മൾ പോയത് വൈകിട്ടാണ് കാഞ്ഞിരേറ്റം പള്ളിയിലേക്ക്. അപ്പോൾ എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തായിട്ട് വരും. കോട്ടയം ജില്ലയിലെ അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. കാഞ്ഞിരേറ്റം എന്ന പേര് കിട്ടുന്നത് ഈ പള്ളിയുടെ ഐതിഹ്യം വച്ചിട്ട് തന്നെയാണ്. ഒരുപാട് ഐതിഹ്യവും മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പള്ളിയാണ്. നമ്മുടെ ഭീമാപള്ളി അതുപോലെയൊക്കെയുള്ളൊരു ചന്ദനക്കുടം അവിടെയൊക്കെ നടക്കുന്ന ഒരു ആ സംഭവമൊക്കെ പോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ മതസൗഹാർദ്ദത്തിന് ഭയങ്കര സംഭവമാണ്. എല്ലാ ജാതിയിലുള്ള മതങ്ങളിലുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഇതൊന്നുമില്ല. നേർച്ച നടത്തുന്നതായാലും എല്ലാവരും നല്ല വിശ്വാസത്തോടെയാണ് നടത്തുന്ന നല്ലൊരു പള്ളി തന്നെയാണിത്. ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയാണ് ഇതിൻ്റെ സ്ഥാപിച്ചതും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെയാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ശബരിമല അയ്യപ്പനും വാവരും സുഹൃത്തുക്കളായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മകരവിളക്ക് സമയത്താണ് ഇവിടുത്തെ ഈ ചന്ദനക്കുടവും കൊടികുത്ത് സംഭവമൊക്കെ നടത്തുന്നത്. അത് ഭയങ്കര ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു മുസ്ലിം പള്ളിയിൽ നമ്മൾ കണ്ടുവരാനുള്ള രീതി തന്നെ ഇവിടെ മൊത്തത്തിൽ. മതത്തിന് അങ്ങനെ ഒന്നുമില്ല. നമ്മളെ അമ്പലങ്ങൾ പള്ളികളിൽ അല്ലാതെ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് പോലെ തന്നെയാണ്. ലൈറ്റ് ബഹളം കാര്യങ്ങൾ എല്ലാം നല്ല ചെണ്ടക്കൊട്ട് ആന അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഘോഷയാത്ര അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ പള്ളിയിൽ പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് കണ്ടത് കുറച്ച് നേർച്ചകളെന്ന് പറഞ്ഞാൽ പള്ളിയിലെ പ്രധാന നേർച്ചകൾ എന്ന് പറഞ്ഞാൽ ചക്കര കഞ്ഞി, പിന്നെ കൊടുകുത്ത് നേർച്ച കൊടുക്കുന്നുണ്ട്, പിന്നെ മുല്ലപ്പൂ മാല, പിന്നെ അവിടെ കിണറുണ്ട്. കിണറിൽ നേർച്ചയായിട്ട് പാളയും കയർ നേർച്ച അത് നമുക്ക് നടത്താം. അങ്ങനെ ഒരുപാട് നേർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഓരോ ഐതിഹ്യങ്ങളുണ്ട്. എന്തായാലും പിന്നെ പറയുകയാണെങ്കിൽ കൊടികുത്ത് കാലത്തും അല്ലാത്ത നാളുകളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ നേർച്ചയായും ഭക്തരൊക്കെ വരുന്നുണ്ട്. അത് നമ്മളല്ലാത്ത സമയത്ത് കാണാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഈ ഔലിയ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ചക്കര വലിയ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു ചെറിയ ഐതിഹ്യം പറയുന്നുണ്ട്. ഒരിക്കൽ നിസ്കരിക്കാൻ ആവശ്യപ്പെട്ട മാതാവിനോട് അദ്ദേഹം ചക്കര കിട്ടിയാലേ നിസ്കരിക്കാൻ പറ്റുമെന്നുള്ള ഇതായി. അതായത് നിസ്കരിച്ച ചക്കര കിട്ടുമെന്ന് ചോദിച്ചു. അങ്ങനെ മാതാവ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ശുദ്ധിയാവാൻ പോകുന്ന സമയത്ത് നിസ്കാരപ്പായ്ക്കടിയിൽ മാതാവ് ശർക്കര വെച്ചിട്ട് അതിങ്ങനെ സ്ഥിരമായിട്ട് തുറന്നു. ഒരു ദിവസം ശർക്കര കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹം നിസ്കരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ മാറ്റി വെച്ചു നോക്കി ചക്കര. എന്നിട്ട് അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ നിസ്കാരവും കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും നല്ല രീതിയിൽ തുറന്നു. അങ്ങനെ മാതാവ് അത് കണ്ട് ഞെട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ചക്കര കഞ്ഞി നേർച്ച എല്ലാവരും നടത്തുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതൊരു വലിയൊരു വിശേഷമാണ്. ഒരുപാട് വീടുകളിൽ നിന്ന് ആൾക്കാർ ഇതുകൊണ്ട് നടത്തുന്നുണ്ട്. പിന്നെ വലിയ ഒരു ഗ്രൗണ്ട്, അതായത് ഫ്രണ്ടിലൊരു വലിയ താഴത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രൗണ്ടിലായിട്ടാണ്. അത് കഴിഞ്ഞ് മുകളിലോട്ട് ഫുള്ള് കച്ചവടക്കാർ. ഈ സമയമാകുമ്പോൾ ഫുള്ള് കച്ചവടക്കാരാണ്. എല്ലാ രീതിയിലുള്ള കച്ചവടക്കാരുണ്ട്. ഭക്ഷണ സാധനങ്ങൾ, ടോയ്സ്, ഇങ്ങനെയുള്ള എന്ത് ഫാൻസി ഐറ്റംസ് ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മരുന്നുകൾ, ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇതൊരു ഈ സമയമാകുമ്പോൾ ഒരുപാട് കച്ചവടക്കാർക്കും നല്ലൊരു സംഭവമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. കാണാനുള്ള ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് ഇത്. ഒരു ഉത്സവ സമയത്ത് തിരക്കാണ്. അല്ലാതെ വന്നാലും നമുക്ക് നേർച്ചയൊക്കെ നടത്താനും എല്ലാം ഒരു എന്താ പറയുക, മുസ്ലിം പള്ളിയിൽ ആ ഒരു രീതിയല്ല. നമ്മൾ മൊത്തത്തിൽ അത് ഒരു ആരാധനാലയം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെ ജാതി മതം അങ്ങനെ ഒരു പ്രത്യേക രീതിയൊന്നും ഇവിടെ വച്ചിട്ടില്ല. എന്തായാലും അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഈ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ആനപ്പുറത്ത് നെറ്റിപ്പട്ടം വെട്ടി ചന്ദനക്കുടവും മറ്റു ഇതായിട്ട് ചെണ്ടമേളത്തോടു കൂടിയാണ് താഴെ പള്ളിയിൽ നിന്ന് മേലെ പള്ളിയിലേക്കാണ് പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഘോഷയാത്ര എത്തിച്ചേരുന്നത്. അത് നല്ലൊരിതാണ്. പിന്നെ നമ്മുടെ ഇതിൽ മുസ്ലിം പള്ളികളിൽ ഇത്തരം കാഴ്ചകൾ അപൂർവമായതുകൊണ്ട് 10,000 ഇവിടേക്ക് ചന്ദനക്കുട ഘോഷയാത്ര കാണുന്നതിനും അതിൻ്റെ ഭാഗമാകുന്നതിനും എത്തിച്ചേരുന്നത്. അത് ഭയങ്കര സംഭവം തന്നെയാണ്. നമുക്ക് എല്ലാം വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ വൈകിട്ടാണ് പോയപ്പോൾ ഒരുപാട് എല്ലാം കൂടെ സാധിച്ചില്ല. സംഭവം കൊള്ളാമായിരുന്നു.
പിന്നെ ഞാനും എൻ്റെ വലിയമ്മയുടെ മകൻ, എൻ്റെ വൈഫ്, മോൻ കണ്ണൻ അഭിഷിത്ത് അവനുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പേര് പോയി. പിന്നെ നമ്മളെ അമ്മാവനുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പേരും കൂടിയാണ് ഇത് കാഞ്ഞിരറ്റം പള്ളിയിലേക്ക് പോയത്. നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് അടുത്തായിട്ടായിരുന്നു. എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ പള്ളി. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞ് മുകളിലോട്ടും ഇത് മേലെപ്പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോഴാണ് ഒരു ആളിരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അതിങ്ങനെ കണ്ടിട്ട് നമ്മൾ കുറച്ചിങ്ങനെ കയറി വന്നിട്ട് ഈ മേലെപ്പള്ളിയിലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഖബറാണ്. അതായത് അവിടെ ഒരു നേർച്ചയുണ്ട്, തേങ്ങ പൊട്ടിക്കൽ നേർച്ചയുണ്ട്. ഇപ്പം നല്ല തിരക്കായിരുന്നു അവിടെ. നമ്മൾ പുറത്ത് നിന്നിട്ട് ചന്ദനത്തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ച് തൊഴുതിട്ടുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. നല്ല ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവർക്കും ഒരു ഇതാണെന്ന് വെച്ചാൽ ഇത്രയും ഉയരത്തിലും കയറി വരാൻ കച്ചവടക്കാരെല്ലാം ഉണ്ട്. നമ്മൾ ഫുള്ള്, അതായത് ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്ഥലത്തൊന്നുമില്ല, ഈ പള്ളിയിലെ പറമ്പിൽ എല്ലായിടത്തും കച്ചവടക്കാരുണ്ട്. അവിടെയൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഇത് ചെറിയൊരു കയറ്റമാണ് ഈ മേലെ പള്ളി. കാഞ്ഞിരമറ്റത്ത് വലിയൊരു വിശേഷം തന്നെയാണ് ഈ സംഭവം പള്ളി നടക്കുന്നത്. പിന്നെ കാഞ്ഞിരറ്റം പള്ളിയുടെ വലതു ഭാഗത്ത് നോക്കണമെങ്കിൽ അരയങ്കാവ് ദേവീക്ഷേത്രം, അവിടെ ഈ തൂക്കം നേർച്ചയാണ് അവിടുത്തെ പ്രത്യേകത. അതിവിടെ നിന്ന് കുറച്ചടുത്തായിട്ടാണ്. അതിന് ഇടത് ഭാഗത്ത് ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അമ്പലൂർ ഭാഗത്തൊരു പള്ളിയുണ്ട്. അങ്ങനെ രണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മത സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇവിടെ. പിന്നെ ഈ മൗലവിയെ പറ്റി പറയുകയാണെങ്കിൽ ലളിതമായ ജീവിതവും പ്രാർത്ഥനാമുഖരിതമായ രാപ്പകലുകളും വശ്യമായ പെരുമാറ്റവും അഗാധമായ അറിവും കൊണ്ട് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി ജീവിച്ച് ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ അദ്ദേഹത്തിൻ്റെ നിസ്കാരവേളയിലാണ് ഈ ലോകത്തോട് വിട. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഉള്ളതും അദ്ദേഹം സ്ഥാപിച്ച പള്ളിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സവിശേഷതകളും വന്ന് കാണാൻ നമുക്ക് വിനോദസഞ്ചാരികൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ ആയാലും എല്ലാവരും വരിക, എല്ലാവരും വന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ കാഞ്ഞിരമറ്റം പള്ളിയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോകൾ തുടർന്ന് കാണുക. ഓക്കേ.